പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അർമേനിയയിലെ യെരവാൻ സിറ്റിക്ക് അകത്തുള്ള കാഴ്ചകളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നത് അവിടുത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. റിപ്പബ്ലിക് സ്ക്വയർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇത് സിറ്റിയുടെ സെൻട്രൽ തന്നെയാണ് വരുന്നത്. അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് ഓഫീസസൊക്കെ ഉള്ള ഒരു പ്ലേസാണിത്. ഇത് ആ സെയിം പ്ലേസിൻ്റെ തന്നെ നൈറ്റ് വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഈ സ്ഥലം. അതുകൊണ്ട് ഞങ്ങൾ രാത്രിയും പകലും ഒക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ളത് എല്ലാ ദിവസവും രാത്രി ഇവിടെ 1 മണിക്കൂറോളം ഈ മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ ഉണ്ട്. ഇത് കാണാൻ വേണ്ടി തന്നെ ഒരുപാട് ആൾക്കാർ തടിച്ചു കൂടുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന ബിൽഡിംഗ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നാഷണൽ മ്യൂസിയമാണ്. ഇതൊരു മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ ആണ്. മ്യൂസിക് ഞാൻ ഇതിൽ മ്യൂട്ടാക്കിയിട്ടാണുള്ളത്, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ വരണ്ടെന്ന് വെച്ചിട്ട്. ഈ റിപ്പബ്ലിക് സ്ക്വയറിന് തൊട്ടടുത്തായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ലൊരു പാർക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് 2800th ആനിവേഴ്സറി പാർക്ക് എന്നാണ്. നല്ല പച്ചപ്പുള്ളൊരു പാർക്ക്. നമ്മൾ നാട്ടിലൊന്നും കാണാത്ത ടൈപ്പ് വെറൈറ്റി ആയിട്ടുള്ള കുറേ മരങ്ങളും ചെടികളൊക്കെ കണ്ടു. അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്ത് മരമാണെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ വെറൈറ്റി ആയിട്ട് കണ്ടതുകൊണ്ട് ജസ്റ്റ് എടുത്തതാണ്. ഈ പാർക്കിൽ മെയിനായിട്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി വെള്ളത്തിലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പല സ്ഥലത്തായിട്ട് ഇതുപോലത്തെ ഫൗണ്ടനും അതിനകത്തുകൂടി കുട്ടികൾക്ക് ഓടിച്ചാടി കളിക്കായിരുന്നു, വെള്ളം നനഞ്ഞ് കളിക്കാനുള്ള സൗകര്യം. അപ്പോൾ പകൽ ഇതുപോലത്തെ കാഴ്ചകളാണ് ഉണ്ടായിരുന്നത്. രാത്രിയാകുമ്പം ഈ ഫൗണ്ടൻ തന്നെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ വേറെ രീതിയിലാണ് കാണുന്നത്. അതും കൂടി ഞാനിവിടെ കാണിക്കാം. അപ്പോൾ കുട്ടികളും വലിയ ആൾക്കാരും എല്ലാം ഈ ഫൗണ്ടൻ്റെ അകത്തുകൂടി ഓടിച്ചാടി കളിക്കുന്നുണ്ടായിരുന്നു. നല്ല പോസിറ്റീവ് വൈബുള്ളൊരു സ്ഥലമായിരുന്നു. ഞങ്ങൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തിരുന്നു. നെക്സ്റ്റ് പോയത് മദർ ഓഫ് അർമേനിയ എന്നുള്ള സ്റ്റാച്യു കാണാൻ വേണ്ടിയാണ്. ഈ കാണുന്നതാണ് മദർ ഓഫ് അർമേനിയ. കയ്യിൽ ഒരു വാളും കാലിൻ്റെ അടുത്ത് ഒരു പരിചയം വെച്ചിട്ടുള്ള ഒരു ലേഡിയുടെ രൂപത്തിലാണ് മദർ ഓഫ് അർമേനിയ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം വിക്ടോറിയ പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കിലാണ് ഈ സ്റ്റാച്യു ഉള്ളത്. അത് യെരവാൻ സിറ്റിയിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ മറ്റൊരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഈ കാണുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് യെരവാൻ കാസ്കേഡ് എന്നാണ്. 572 സ്റ്റെപ്സ് ഉണ്ട് ഇത് കയറാൻ വേണ്ടിയിട്ട്. നമുക്കിതിനകത്തുകൂടി എസ്കലേറ്റർ വഴി കയറാം. അകത്തൊക്കെ ഉള്ളത് പലതരത്തിലുള്ള ഇല്ലസ്ട്രേഷൻസ് ഒക്കെയാണ്. ഇതിൻ്റെ പുറത്തായിട്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ ഗാർഡനും നിറച്ചും പൂക്കളൊക്കെ ഉണ്ട് കാണാൻ. ഈ കാണുന്നത് ജനസൈഡ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അതിനെപ്പറ്റിയാണ് ഞങ്ങളുടെ ഗൈഡ് പറയുന്നത്. 1.5 million Armenians lost their lives during that genocide. And in 1967 they constructed this memorial complex to honor the victims who lost their lives for their homeland, for their belief. So every year on April 24, Armenians all over the world gather at this place, bring flowers and honor
the victims who lost their lives during the genocide. So we can continue going there. Go ahead. അതായത് രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചവർക്ക് ഉള്ള ഒരു മോണ്യുമെൻ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണിത്. ഇതിൽ ഈ കാണുന്ന ഒരു ഫ്ലെയിം എപ്പോഴും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അർമേനിയയിലെ പ്രധാനപ്പെട്ട വേറൊരു ഐറ്റമാണ് ഈ കാർപ്പറ്റ്സ്. അവർ കൈകൊണ്ട് തന്നെ കാർപ്പറ്റുകൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് കാണാനും കൂടി നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അർമേനിയൻ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.